സച്ചേട്ടാ മോനെ സന്ദീപ് ഇതുവരെ വന്നിട്ടില്ലടാ. ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു, എടുക്കുന്നില്ല. എല്ലാത്തിനും ഞാനാ കാരണം. നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ചെയ്തു പോകുന്നതേ നീയും ചെയ്തിട്ടുള്ളൂ. എവിടെയാ എന്താന്നറിയാതെ ഒരു സമാധാനം കിട്ടുന്നില്ല എനിക്ക്. മോളെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നേ. എന്റെ ഈശ്വര, ഇനി ബോധമില്ലാതെ ഇറങ്ങി നടന്ന് വല്ല ആപത്തിൽ പോയി പെടാതിരുന്നാ മതിയായിരുന്നു. കോടതി കൂടുന്ന 11 മണിക്കല്ലേ? ആ അതെ, അതിനെന്താ? അപ്പൊ പിന്നെ നാളെ രാവിലെ പോയാൽ മതിയായിരുന്നല്ലോ. കോടതി കൂടുന്ന സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നേരെ ചെന്ന് കോടതിയിൽ വാദിക്കാനൊന്നും പറ്റില്ല സച്ചി. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോടതി കയറി നമുക്ക് പറയാനുള്ള കാര്യങ്ങള് കൃത്യമായി ജഡ്ജിയോട് പറഞ്ഞാ പോരെ? ആർക്കായാലും കാര്യം മനസ്സിലായ പോരെ? നല്ല കഥയായി. കോടതിയിൽ ഒരു കേസ് ആർഗ്യുമെന്റ് തുടങ്ങുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് അറിയാമോ? പല സീനിയർ അഡ്വക്കേറ്റ്സുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. സമാനമായിട്ടുള്ള പല കേസുകളെ കുറിച്ചും പഠിക്കേണ്ടി വരും. ആ കേസും ഈ കേസും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ക്ലിയർ ആയിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കേസ് തോക്കാൻ അത് മാത്രം മതി. വക്കീൽ എങ്ങനെയാ ഈ കോടതിയിൽ കേസ് വന്നേ? അങ്ങനെ ഒരു വക്കീലിന് ഇന്ന കോടതിയിൽ മാത്രമേ കേസ് വാദിക്കാവുന്നൊന്നുമില്ല. ഏത് കോടതിയിൽ വേണമെങ്കിലും നമുക്ക് ഹാജരാവാം. ഈ കേസ് മുമ്പ് വാദിച്ചിരുന്നത് വേറൊരു വക്കീല, അഡ്വക്കേറ്റ് ഷാഹിദ മാഡം. ആ അത് ശരി. അപ്പോ ഇത് വക്കീലിന്റെ സ്വന്തം കേസല്ലേ? ഇതെന്റെ സ്വന്തം കേസാ. പക്ഷേ നാളെയാ ക്രോസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കേസ് നേരത്തെ വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് ഷാഹിദ മാഡത്തിനൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. എന്തിനാ ആ വക്കീലിനെ കാണുന്നേ? വാദിക്കാനുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരാനാണോ? വാദിക്കേണ്ട പോയിന്റ്സ് മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി മാഡത്തിനെ കാണണം. അപ്പോ ഇന്ന് രാത്രി നമ്മൾ എവിടെ തങ്ങും? ആ വക്കീലിന്റെ വീട്ടിലാണോ? അല്ല, നമുക്ക് താമസിക്കാൻ വേറെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിലോ? എന്താ സച്ചിക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? നമ്മളിതൊക്കെ എത്ര കണ്ടതാ. എന്ത് കണ്ടിട്ടുണ്ടെന്നു? ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളോടൊപ്പം മുമ്പ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. വക്കീൽ ഇത് എന്തൊക്കെയാ പറയുന്നേ? അർച്ചനയല്ലാതെ വേറൊരാളുടെ കൂടെയുള്ള യാത്ര വക്കീലിന്റെ കൂടെ? തൽക്കാലം ഞാൻ വിശ്വസിക്കാം. ഏത് കേസാ? കേരളത്തിൽ വിവാദമായൊരു കേസാ. ഇപ്പൊ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. ആദ്യം കുറച്ച് വിവാദം ഉണ്ടാവും, പിന്നെ സാവകാശം അതെല്ലാരും മറക്കും. ഷാഹിദ മാഡം ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സച്ചിനെ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോ എന്റെ കൂടെ താമസിക്കേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പണവും സ്വാധീനമൊന്നും ഇല്ലാത്തവരാണല്ലോ പൊതുവെ അനീതിക്ക് ഇരയാവുന്ന. ഇത് പിന്നെ പാവങ്ങളുടെ വക്കീലാണല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ അത്യാവശ്യത്തിന് ഫീസൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ചിലരോടൊക്കെയുള്ള പ്രത്യേക സൗഹൃദം കൊണ്ട് ഇപ്പൊ ഫീസ് വാങ്ങുന്നില്ലെന്നേ ഉള്ളൂ. എന്നാ സച്ചി ഇരിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
രാജീവ്, ദേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. കണ്ണു തുറന്ന് നോക്കിയേ, ആരാ വന്നിരിക്കുന്നെന്ന്. എനിക്ക് രാജീവിനെ അവന്തികയെ അറിയാമോ?